എക്സോസ്റ്റിൻ്റെ കാര്യത്തിൽ ഫുള്ള് കോമഡിയാണ്. ബിക്കോസ് ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നതിനെക്കാട്ടി സൗണ്ട് ആ ഒരു എൻജിൻ ഉണ്ടാക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ ഓഡോമീറ്റർ. ഇന്ന് നമ്മുടെ അടുത്തുള്ളത് ഹീറോ Xpulse 200 4V ആണ്. അതായത് Xpulseൻ്റെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വെർഷൻ. ബൈക്ക് ഇറങ്ങിയിട്ട് കുറച്ച് നാളായി, നമ്മുടെ കയ്യിലേക്ക് ഇപ്പോഴാണ് കിട്ടിയതെന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും Xpulse 200 4Vയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇതൊരു ചെറിയ റിവ്യൂ ആയിരിക്കും. പിന്നെ ഒരുപാട് നാളായി നമ്മുടെ ചാനലിലേക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് പ്രശ്നങ്ങളായിട്ട് അതിൻ്റെ പുറകെയായിരുന്നു. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഈ ബൈക്ക് എനിക്ക് കുറച്ചാൾ മുമ്പ് അവൈലബിൾ ആയിരുന്നു. ഞാനിപ്പോൾ 1-2 ദിവസങ്ങളായിട്ട് കുറച്ച് ഈ ബൈക്ക് ഓടിക്കുന്നുണ്ട്. ബൈക്ക് ഒന്നുകൂടി അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതായത് ബൈക്കിന്റെ ആ ഒരു റിഫൈൻമെന്റിൽ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ബൈക്ക് ഒന്നുകൂടി സ്മൂത്ത് ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ 4Vയിലേക്ക് വന്നപ്പോൾ ബൈക്ക് ഒന്നുകൂടി കിടക്കിയിട്ടുണ്ട്. എക്സ്പെഷ്യലി ഇതിന്റെ കളർ വേരിയന്റ് എല്ലാം അൾട്ടിമേറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളർ വേരിയന്റ് ആണ് ഇരിക്കുന്നത്. ഇത് അവരുടെ പോളിഷർ ബ്ലൂ എന്ന് പറയുന്ന ആ ഒരു കളർ വേരിയന്റ് ആണ്. ഇത് മാത്രമല്ല, ഇതിന്റെ റെഡും ബ്ലാക്കും ആയാലും വൈറ്റും ബ്ലൂ ആയാലും അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത് ഈ ഒരു കളർ വേരിയന്റ് ആണ്. ഈ ഒരു ബ്ലൂവും ബ്ലാക്കും കോമ്പോ ഒരു രക്ഷയില്ല കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഫിനിഷിങ് നമുക്ക് എടുത്തറിയാൻ പറ്റുന്നുണ്ട്. പെയിന്റിങ്ങിന്റെ ഭാഗത്തുനിന്നായാലും സ്റ്റിക്കർ വർക്കിന്റെ ഭാഗത്തുനിന്നായാലും. പിന്നെ ഇവിടെ ആയിട്ട് 4 വാൽവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് പ്രോഗ്രാംഡ് FI എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ബൈക്കിന്റെ കാര്യത്തിലേക്ക് വരാം. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ബൈക്കിന്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബിക്കോസ് ഞാൻ ബൈക്ക് കഴുകിയിട്ടില്ല. ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് റിവ്യൂ ചെയ്യാൻ ഇറങ്ങിയപ്പോൾ അത്യാവശ്യം താമസിച്ചു പോയി. അതുകൊണ്ടാണ് ബൈക്ക് കഴുകാഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ ബൈക്കിന്റെ കാര്യങ്ങളിലേക്ക് വരാം. Xpulse 200 അപ്ഗ്രേഡ് ചെയ്ത് ഈ ഒരു 4Vയിലേക്ക് ആയപ്പോൾ ഉണ്ടായ മെയിൻ അപ്ഡേഷൻ എന്താണെന്നുള്ള കാര്യം അവരിതിൻ്റെ പേരിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് ഇതിനിപ്പോൾ 4 വാൽവുകളുണ്ട്. ഓൾഡ് മോഡൽ Xpulseന് 2 വാൽവുകളായിരുന്നു. ഇതിനിപ്പോൾ 4 വാൽവുകളുണ്ട്. പിന്നെ 2 വാൽവിൽ നിന്നും 4 വാൽവിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ 2 വാൽവ് ഉള്ളതിനെക്കാട്ടി ബ്രീത്തിങ് കേപ്പബിലിറ്റി കൂടിയിട്ടുണ്ട് ഇത് ഈ 4 വാൽവിലേക്ക് വന്നപ്പോൾ. അതുകൊണ്ട് തന്നെ എഞ്ചിൻ്റെ പെർഫോമൻസിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ബൈക്ക് ഒന്നുകൂടെ സ്മൂത്തായി, എഞ്ചിൻ കുറച്ചും കൂടി റിഫൈൻഡ് ആയി. പക്ഷേ ഗിയർ ബോക്സും കാര്യങ്ങളൊന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഗിയർ ബോക്സ് അത്യാവശ്യം സ്റ്റിഫാണ്. ഗിയർ ഷിഫ്റ്റിംഗ് അത്യാവശ്യം ക്രിസ്പി ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ BHPയിലും ടോർക്കിലും വ്യത്യാസം വന്നിട്ടുണ്ട്. 17.8 BHP എന്നുള്ളത് 19.10 BHP ആയി ഇമ്പ്രൂവ് ആയി. അതുപോലെ തന്നെ 16.45 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് എന്നുള്ളത് ഏകദേശം 17.35 45 NM ടോർക്കായിട്ട് ഇമ്പ്രൂവ് ആയി. അത് 4Vയിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ഒരു വ്യത്യാസമാണ് ടോർക്കിലും BHPയിലും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 4Vയിലേക്ക് വന്നപ്പോൾ എഞ്ചിൻ ഉണ്ടായിട്ടുള്ള ഒരു വ്യത്യാസങ്ങൾ. പിന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇതിന്റെ കളർ വേരിയന്റ് ഒന്നും ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു. കളർ വേരിയന്റിൽ എനിക്കൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്, ഇതെന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ്. അതായത് 4Vയിലേക്ക് വന്നപ്പോൾ ഇതിന്റെ എഞ്ചിൻ ബോക്സ് സിൽവർ ആക്കി. അത് പഴയതുപോലെ തന്നെ ആ ഒരു ബ്ലാക്ക് ഷെയ്ഡിലായിരുന്നെങ്കിൽ ഒന്നും കൂടി ബ്യൂട്ടിഫുൾ ആയേനെ എന്നൊരു തോന്നൽ എനിക്ക് തോന്നിപ്പോയി. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതല്ലാണ്ട് എനിക്ക് വേറൊരു പ്രശ്നം തോന്നിയിട്ടില്ല. പിന്നെ ബൈക്കിന്റെ വെൽഡിങ്ങിന്റെ ആ ഒരു ക്വാളിറ്റിയൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്. മാക്സിമം വെൽഡിംഗ് നമുക്ക് പുറത്ത് കാണാൻ പറ്റാത്ത രീതിയിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ബൈക്കിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ ഹെഡ്ലൈറ്റിൻ്റെ ഈ 2 കോണിലായിട്ട് 2 DRL കൊടുത്തിട്ടുണ്ട്. അത് അത്ര വലിയ സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല, പക്ഷേ എങ്കിലും വലിയ മോശമില്ല. പിന്നെ ബൈക്കിൻ്റെ സൈഡിലേക്ക് വരാൻ നേരത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ടാങ്കിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് Xpulse 200 എന്നുള്ള ആ ഒരു ഗ്രാഫിക്സിൽ തന്നെ സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പഴയതുപോലെ തന്നെ അത്യാവശ്യം ഹൈറ്റിലാണ് ഇതിൻ്റെ എക്സോസ്റ്റ് ഒക്കെ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. ബിക്കോസ് ഇത് ഒരുപാട് ടെറൈനിൽ സഞ്ചരിക്കേണ്ട ബൈക്കാണ്. ഒരുപാട് മലകളും കാടും കുഴിയും അതെല്ലാം കയറി ഇറങ്ങേണ്ട ബൈക്കാണ്. അതുകൊണ്ട് തന്നെ എക്സോസ്റ്റും ബാക്കി കാര്യങ്ങളെല്ലാം ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് Xpulse 200 4Vയുടെ പുറത്തു നിന്നുള്ള ലുക്ക് എന്ന് പറഞ്ഞാൽ. വലിയ മാറ്റങ്ങളൊന്നും ലുക്കിൽ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഈ കാണുന്നതിൻ്റെ കളർ ഇതല്ല, ഇത് ബ്ലാക്ക് അല്ല, ഇത് ആ ഒരു ഗ്ലാസ് ഫ്രെയിം തന്നെയാണ്. ഇതിന്റെ ഓണർ ഇതിന്റെ മേളിലേക്ക് ആ ഒരു ബ്ലാക്ക് സ്റ്റിക്കർ ഒട്ടിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് കലക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പുറത്തു നിന്നുള്ള ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ബൈക്കിന്റെ അകത്തേക്ക് കയറിയിട്ട് സംസാരിക്കാം. പിന്നെ ഞാൻ ഇതിന്റെ സീറ്റ് ഹൈറ്റ് ബാക്കി കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പോൾ ബൈക്കിന്റെ ടോട്ടൽ സീറ്റ് ഹൈറ്റ് വരുന്നത് ഏകദേശം 825 mm ആണ്. പിന്നെ അതുപോലെ തന്നെ ബൈക്കിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഏകദേശം 220 mm ആണ്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പിന്നെ ബൈക്കിന്റെ ഒരു കെർബ് വെയിറ്റ്, ടോട്ടൽ കെർബ് വെയിറ്റ് വരുന്നത് ഏകദേശം 157 കിലോഗ്രാം മാത്രമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ബൈക്കിന്റെ ബാക്കി കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ഹെഡ്ലൈറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പക്ഷേ ഇത് കാണാനൊക്കെ അത്യാവശ്യം നൈസായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രവർത്തനം എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ വ്യത്യാസങ്ങളെ ഈ ബൈക്കിൻ്റെ പുറത്തുനിന്ന് വന്നിട്ടുള്ളൂ. നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ബൈക്കിൻ്റെ അകത്തേക്കിട്ട് സംസാരിക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം.
എക്സോസ്റ്റിൻ്റെ കാര്യത്തിൽ ഫുള്ള് കോമഡിയാണ്. ബിക്കോസ് ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നതിനെക്കാട്ടി സൗണ്ട് ആ ഒരു എൻജിൻ ഉണ്ടാക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. സീറ്റ് ഹൈറ്റ് അത്യാവശ്യം പ്രശ്നമാണ്. എനിക്ക് ഫുൾ ഫുട്ടൊന്നുമില്ല. അപ്പോൾ ബൈക്കിൻ്റെ അകത്തേക്ക് കയറുവാണെങ്കിലുള്ളൊരു ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. ബൈക്കിന് അത്യാവശ്യം ഹൈറ്റ് കൂടുതലാണ്. നമ്മൾ ഇരിക്കുന്നതും അതുപോലത്തെ ഹൈറ്റിലാണ്. നമ്മൾ പെട്ടെന്ന് ഈ ഒരു ബൈക്കിലേക്ക് വന്ന് കയറാൻ നേരം നമുക്കത് ഫീൽ ചെയ്യും. നല്ല ഹൈറ്റിലാണ് നമ്മളിരുന്ന് ഓടിക്കുന്നത് എന്ന ഒരു ഫീലിംഗ് നമുക്കുണ്ടാകും. വലിയ വ്യത്യാസങ്ങളൊന്നും പഴയ ബൈക്കിനെ അപേക്ഷിച്ച് വന്നിട്ടില്ല. ഇതിൻ്റെ ഡയൽ കംപ്ലീറ്റ്ലി ഡിജിറ്റലായിട്ടുള്ളൊരു ഡയലാണ്. പിന്നെ സ്വിച്ചുകളും കാര്യങ്ങളെല്ലാം പഴയതുപോലെ തന്നെയാണ്. അത്യാവശ്യം നല്ല വിസിബിലിറ്റിയുള്ള മിറേഴ്സ് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്യൂൽ ടാങ്കിലേക്ക് വരാൻ നേരത്ത് ഏകദേശം 13 ലിറ്റേഴ്സ് ഫ്യൂൽ കപ്പാസിറ്റി ഉള്ളൊരു ഫ്യൂൽ ടാങ്കാണ്. ഭയങ്കര സ്ലിമ്മി ആയിട്ടുള്ള ഒരു ഫ്യൂൽ ടാങ്കാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ബൈക്കിൻ്റെ ആ ഒരു അകത്തുനിന്നും പുറത്തുനിന്നും ഉള്ളത്. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ബൈക്ക് റോഡിലേക്ക് ഇറക്കിയിട്ട് സംസാരിക്കാം. ഒരുപാട് നേരം ഇങ്ങനെ നിൽക്കാനും വയ്യ, കാരണം നല്ല ചൂടാണ്. ഒരു രക്ഷയില്ല, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ആദ്യം എവിടെയെങ്കിലും പോയി കുറച്ച് വെള്ളം കുടിക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പം നമുക്കിനി ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ മിററിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ മിറേഴ്സിന് അത്യാവശ്യം വിസിബിലിറ്റി ഉള്ള മിറേഴ്സാണ്. അതുമല്ല മിറർ അത്യാവശ്യം സ്റ്റേബിളാണ്. മിററിൻ്റെ പൊസിഷനൊന്നും വലിയ കാര്യമായിട്ട് മാറിപ്പോകലോ പരിപാടിയൊന്നുമില്ല. പിന്നെ ബൈക്കിൻ്റെ ഈ ഒരു റൈഡിങ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അപ്രൈറ്റ് ആയിട്ടുള്ളൊരു റൈഡിങ് പൊസിഷനാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സീറ്റ് അത്യാവശ്യം ഷോർട്ട് ആയിട്ടുള്ളൊരു സീറ്റാണ്. അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് ഒരു ലോങ് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകും എന്നല്ലാണ്ട് സീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ വലിയൊരു പോരായ്മയെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ അത്യാവശ്യം നല്ലൊരു ലോങ് ട്രാവലുള്ള സസ്പെൻഷനാണ്. സസ്പെൻഷൻ അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ബൈക്കിൻ്റെ വൈബ്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നോക്കുവാണെങ്കിൽ ബൈക്കിന് വൈബ്രേഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. എനിക്ക് ഫുട് റെസ്റ്റിൽ നിന്ന് ചെറിയൊരു വൈബ്രേഷൻ അടിക്കുന്നുണ്ടെന്നല്ലാണ്ട് വേറെ കാര്യമായിട്ടുള്ള വൈബ്രേഷനോ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വൈബ്രേഷൻ ഒന്നും തോന്നുന്നില്ല. ഹാൻഡിൽ ബാറിൽ നിന്ന് എനിക്ക് വലിയ കാര്യമായിട്ടുള്ള വൈബ്രേഷൻ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇതിൻ്റെ ഫ്യൂൽ ടാങ്കിൽ നിന്ന് എനിക്ക് വലിയ കാര്യമായിട്ടുള്ള വൈബ്രേഷൻ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഫുട് റെസ്റ്റിൽ നിന്ന് ഒരു 60-65 ഒക്കെ ചെല്ലാൻ നേരത്ത് ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്നല്ലാണ്ട് വേറെ കാര്യമായിട്ടുള്ള വൈബ്രേഷനോ കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്നാൽ ഇതുവരെ നിങ്ങൾ കേട്ടത് ബൈക്കിൻ്റെ റിവ്യൂ ചെയ്യുമ്പോൾ ഓൺ വോയിസ് ആയിട്ട് ചെയ്ത വോയിസ് ആണ്. എന്നാൽ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ വോയിസ് ഓവറായിട്ട് ചെയ്ത വോയിസ് ആയിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പോലും അറിയാണ്ട് റിവ്യൂ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഗോപ്രോയുടെ മൈക്ക് അഡാപ്റ്റർ അടിച്ചു പോയി. അതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ സംസാരിച്ച കാര്യങ്ങളൊന്നും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ വോയിസ് ഓവറായിട്ട് ചെയ്യുവാണ്. വോയിസ് ക്വാളിറ്റിയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ഓക്കെ, പിന്നെ ഞാൻ പില്ലിയൻ കംഫർട്ടിനെ കുറിച്ച് പറഞ്ഞില്ല. പില്ലിയൻ കംഫർട്ട് ഒരുപാട് കൊടുക്കുന്ന ഒരു ബൈക്കാണ് ഞാൻ ഒരിക്കലും പറയില്ല Xpulse 200 4V. ബിക്കോസ് ഇതിൻ്റെ പില്ലിയൻ സീറ്റിൻ്റെ ആ ഒരു ലെങ്ത്തും കുറവാണ്. അത് മാത്രമല്ല പില്ലിയൻ സീറ്റിൻ്റെ വിത്തും കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു ലോങ് റൈഡിന് ഒരിക്കലും പില്ലിയൻ കംഫർട്ട് ഒരുപാട് ഈ ഒരു ബൈക്കിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് തന്നെ സിറ്റി ടു സിറ്റി റൈഡിലൊക്കെ പില്ലിയന് വളരെ കംഫർട്ടബിൾ ആയിട്ട് ടൂർ ചെയ്യാൻ പറ്റും. പില്ലിയൻ ഫുട് റെസ്റ്റിൽ നിന്നും വലിയ കാര്യമായിട്ടുള്ള വൈബ്രേഷൻ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ അതുപോലെ തന്നെ റൈഡറിൻ്റെ സീറ്റും അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് ടൂർ ചെയ്യാൻ പറ്റും. വളരെ അപ്രൈറ്റ് ആയിട്ടുള്ള റൈഡിംഗ് പൊസിഷനാണ്. പക്ഷേ നിങ്ങൾ കുറച്ചും കൂടെ ഹൈറ്റ് കൂടിയവരാണെങ്കിൽ ഹാൻഡിൽ ബാർ റേസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് പോകും. അത് ഓഫ് റോഡിങ്ങിലും വളരെ കംഫർട്ടബിൾ ആയിരിക്കും. കാരണം ഇതൊരു ADV ആണ്. ഇടയ്ക്കൊക്കെ നമുക്കിങ്ങനെ പോകുന്ന നേരത്ത് ഏറ്റവും നിന്ന് ബൈക്ക് ഓടിക്കേണ്ട ഒരു തോന്നലൊക്കെ വന്നേക്കാം. ആ ഒരു ടൈമിൽ കുറച്ച് ഹൈറ്റ് കൂടിയ ആൾക്കാരാണെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് കുനിഞ്ഞ് നിൽക്കേണ്ട ആ ഒരവസ്ഥ എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഹാൻഡിൽ ബാർ റേസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നും നിങ്ങൾക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ബൈക്ക് അത്യാവശ്യം ഹൈറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ റാലി എഡിഷന് ഇതിനെക്കാട്ടി ഹൈറ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ഹൈറ്റിലാണ് ബൈക്കിൻ്റെ സീറ്റിങ്. അതുകൊണ്ട് തന്നെ ചിലവർക്കൊരു സംശയം ഉണ്ടായേക്കാം, നമ്മുടെ ഹൈറ്റ് കുറവാണ്, അങ്ങനെ ഉണ്ടപ്പോൾ ഞാൻ ഈ ഒരു ബൈക്ക് നോക്കണം എന്നുള്ള ഒരു ഡൗട്ട് പലർക്കും ഉണ്ടായേക്കാം. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പൊക്കം മാത്രമേ കൂടുതലുള്ളൂ, ഇവൻ്റെ വെയിറ്റ് കൂടുതലല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹൈറ്റ് ഏത് ലെവലിലാണെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ബൈക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അത് ഞാൻ പറയാനുള്ള ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഹൈറ്റ് കുറഞ്ഞ Xpulse ഓണേഴ്സിന് എനിക്കറിയാം. അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൈറ്റ് കുറവ് ആദ്യത്തെ ഒരു തോന്നൽ മാത്രമായിരിക്കും, പക്ഷേ ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതൊരു പ്രശ്നമായിട്ട് ഒരിക്കലും തോന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. കാരണം ഈസി ആയിട്ട് മാനേജ് ചെയ്ത് നടക്കാൻ പറ്റിയ ബൈക്കാണ്. അതിപ്പോൾ ഓഫ് റോഡിങ്ങിലാണെങ്കിലും ഓൺ റോഡിങ്ങിലാണെങ്കിലും.
പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബൈക്കുമായിട്ട് ഞാൻ ഇതുവരെ ഒരു ഓഫ് റോഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഓഫ് റോഡിങ് സംബന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഈ ഒരു റിവ്യൂവിൽ ഞാൻ ചേർക്കുന്നില്ല. ഡെഫിനറ്റ്ലി ഒരു എക്സ്പൾസ് ആയിട്ട് ഓഫ് റോഡിങ് പോകാൻ പറ്റുവാണെങ്കിൽ അതിനുശേഷം ഒരു ഓഫ് റോഡിങ് റിവ്യൂ ചെയ്യും. പിന്നെ ബൈക്കിന്റെ പെർഫോമൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും പറയില്ല ഇതൊരു 200cc സെഗ്മെന്റിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ബൈക്കൊന്നും അല്ല. പക്ഷേ നമുക്ക് സിറ്റിയിലൂടെയൊക്കെ ഷട്ടിലെടുത്ത് നടക്കാനാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ബൈക്കാണ്. സിറ്റിയിലൂടെയൊക്കെ അടിച്ചു പൊളിക്കാനായിട്ട് ആവശ്യമുള്ള പവർ ഉണ്ട്. പിന്നെ ഹൈവേയിലേക്ക് കയറാൻ നേരത്ത് നമുക്ക് ചെറിയൊരു പവർ ലോസ് ഫീൽ ചെയ്തേക്കാം. അത് ഈ ഒരു ബൈക്കിന്റെ ഇനിഷ്യൽ അല്ല, അത് ഒരു മിഡ് റേഞ്ചിന് ശേഷം നമുക്ക് ആ ഒരു പവർ ഡ്രോപ്പ് നമുക്ക് ഫീൽ ചെയ്യും. ഒരു 65 ഒക്കെ ഏകദേശം ഒരു 4.6 സെക്കൻഡോ 5.6 സെക്കൻഡോ ഒക്കെ കൊണ്ട് ബൈക്ക് കയറും. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് കയറാനായിട്ട് കുറച്ച് ലാഗാണ്. പമ്മിയാണ് ബൈക്കിന്റെ പിന്നീടുള്ള ഒരു കയറ്റം. അതുകൊണ്ട് തന്നെ ബൈക്കിന്റെ ഇനിഷ്യലിൽ പവർ ഡ്രോപ്പോ പുള്ളിങ് കുറവോ ഒന്നുമില്ല. പക്ഷെ മിഡ് റേഞ്ചിലും ഹൈ റേഞ്ചിലേക്ക് ചെല്ലാൻ നേരത്ത് ബൈക്കിന്റെ ആ ഒരു പവർ ലോസ് നമുക്ക് ഫീൽ ചെയ്യും. തീരെ പവറില്ലാത്ത ആ ഒരു രീതിയിലേക്ക് ബൈക്ക് നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തേക്കാം. അത് മെയിനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക ഹൈവേയിൽ ലോങ് റൈഡിന്റെ സമയത്തൊക്കെയാണ്. എനിക്കറിയാൻ പറ്റിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓഫ് റോഡിങ്ങിൽ ഈ ഒരു ബൈക്ക് അതിഭീകരമായിട്ടുള്ള ഒരു പക്ഷേ ഹിമാലയന് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പല ഓഫ് റോഡിങ് ടെറൈനുകളും ഈ ഒരു ബൈക്ക് നിഷ്പ്രയാസം ചെയ്യുന്നതായിട്ട് പലരും പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. കാരണം ഹിമാലയൻ എന്ന് വെച്ചാൽ കുറച്ച് ഹെവി ആയിട്ടുള്ള ബൈക്കാണ്, കുറച്ചല്ല അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ബൈക്കാണ്. അതുകൊണ്ട് തന്നെ പല ഓഫ് റോഡിങ് ടെറൈനിലും ഹിമാലയൻ എടുത്തുകൊണ്ട് പോവാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ ഒരു ബൈക്കിലേക്ക് നോക്കുവാണെങ്കിൽ തീർത്തും ലൈറ്റർ ആയിട്ടുള്ള ബൈക്കാണ്, തീർത്തും സിമ്പിൾ ആയിട്ടുള്ള ബൈക്കാണ്. അത്യാവശ്യം ഹിമാലയനെ കൊണ്ട് പറ്റാത്ത ഏത് ടെറൈനിലും ഈ ഒരു ബൈക്ക് നിഷ്പ്രയാസം കയറിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ തെറ്റൊന്നും. പിന്നെ ബൈക്കിന്റെ പെർഫോമൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിന്റെ ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു 55 to 70 ആ ഒരു റേഞ്ച് ഇതിന്റെ സ്വീറ്റ് സ്പോട്ടായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ ബൈക്കിന്റെ ആ ഒരു ടോപ്പ് എൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 110 to 120 ഇടക്കായിട്ടാണ് ബൈക്കിന്റെ ടോപ്പ് എൻഡ്. അതും കുറച്ച് പ്രയാസമാണ് ആ ഒരു റേഞ്ചിലേക്ക് എത്താനായിട്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ബൈക്കിന്റെ പെർഫോമൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ബൈക്കിന്റെ കാര്യത്തിൽ പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഹെഡ്ലൈറ്റിന്റെ കാര്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹെഡ്ലൈറ്റ് കാണാനായിട്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, ഒരു രസമൊക്കെ ഉണ്ട് ബൈക്കിന്റെ ഫ്രണ്ടിൽ നോക്കാൻ നേരത്ത്. പക്ഷേ ഇതിന്റെ പെർഫോമൻസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം LED ലൈറ്റ് ആണ്, അതുകൊണ്ട് തന്നെ വലിയ വിസിബിലിറ്റി തോന്നുന്നില്ല. കാരണം ബൈക്കിന്റെ ഹെഡ് ലാമ്പ് വരുന്നത് LED ആണ്, അതുകൊണ്ട് തന്നെ ബൈക്കിന്റെ ലൈറ്റിന് വലിയ ഗ്രോത്ത് ഇല്ല. അതുമല്ല വിസിബിലിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ബൈക്ക് മേടിച്ചതിന് ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ഇതിന്റെ ഹെഡ് ലാമ്പ് മാറ്റുക, അല്ലെങ്കിൽ ഓക്സിലറി ലൈറ്റ് ഏതെങ്കിലും നല്ലത് നോക്കി മേടിച്ച് വെക്കുക. അത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടും ആദ്യം ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ നൈറ്റ് റൈഡ് ഒക്കെ പോകുന്ന നേരത്ത് അത് ഒരുപാട് യൂസ്ഫുൾ ആയേക്കാം. അപ്പോൾ പിന്നെ ബൈക്കിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കുവാണെങ്കിൽ ഇതിന്റെ മൈലേജ് ഞാൻ ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഒരു എക്സ്പെക്റ്റഡ് മൈലേജ് ഹീറോ പറയുന്നത് ഒരു 35 to 45 ഇടക്കായിട്ടാണ്. എനിക്കറിയില്ല. ഇതിന്റെ മൈലേജ് ടെസ്റ്റിംഗ് വീഡിയോ വേണമെങ്കിൽ ഇത് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ നമുക്ക് ടൈം പോലെ ഇതിന്റെ മൈലേജ് ടെസ്റ്റിംഗ് വീഡിയോ ചെയ്യാം. പിന്നെ ബാക്കി പ്രൈസിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ ഒരു 165 to 175 80 അകത്തായിട്ടാണ് ബൈക്കിന്റെ ഇപ്പോഴത്തെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് കൊച്ചിയിൽ. പിന്നെ സർവീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് സർവീസിന് ഏകദേശം ഒരു 1300 രൂപയുടെ ഇടക്കായിട്ടാണ് ഫസ്റ്റ് സർവീസ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് എക്സ്പൾസ് 200 4 വീലർ റിവ്യൂവിൽ എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റിവ്യൂവിൽ ഇതിന്റെ ഓഫ് റോഡിങ്ങിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ ഞാൻ ഒരു റിവ്യൂ പറഞ്ഞിട്ടില്ല. അതെന്താണെങ്കിലും ഒരു എക്സ്പൾസ് ആയിട്ട് ഏതെങ്കിലും ഒരു ഓഫ് റോഡിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് എക്സ്പൾസ് 200 4 വീലർ റിവ്യൂവിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി പുതിയ GoProയുടെ മൈക്ക് അഡാപ്റ്റർ ഒക്കെ വാങ്ങിയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.